ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ പഞ്ഞി പോലെ ഉണ്ടാവും കേട്ടോ. ഒട്ടും എണ്ണയും കുടിക്കാത്ത അടിപൊളിയായിട്ടുള്ളൊരു ഭട്ടൂരയാണ്, ചോള ഭട്ടൂരയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനാദ്യം 2.5 കപ്പ് മൈദമാവാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പകുതി മൈദയും ഗോതമ്പും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിലേക്കുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാൻ. അതായത് നമ്മൾ സോഡയും ബേക്കിംഗ് പൗഡറെല്ലാം ചേർത്തപ്പോൾ നല്ല മിക്സ് ആവണമല്ലോ നമ്മുടെ മാവിൽ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമാണ് ഇപ്പോൾ 1/2 കപ്പ് തൈര് ചേർക്കുന്നത് കേട്ടോ. ലേശം പുളിപ്പുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് റവയാണ് കേട്ടോ. അതായത് ഞാൻ എടുത്തിരിക്കുന്ന, അതായത് വീട്ടിലുള്ള റവയാണ്, പക്ഷെ ഞാൻ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടാണ്. ഇതിപ്പോൾ ഞാൻ വ്യത്യാസം കാണിച്ചു തരാം. ഇതിപ്പോൾ പൊടിക്കാത്ത റവ, ഇത് ആദ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് പൊടിച്ച റവ. അപ്പോൾ കുറച്ച് പൊടിയാക്കുക, നല്ല പൗഡർ ആക്കിയിട്ടില്ല. കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാവില്ലല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കഴിക്കുമ്പോൾ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട്, ഞാനിപ്പോൾ തൈരെടുത്ത പാത്രത്തിൽ വെള്ളമാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ആ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല കട്ടിയാവണ്ട, എന്നാലും ചപ്പാത്തി കുഴക്കുന്ന രീതിക്ക് നല്ല സോഫ്റ്റ് ആവണ്ട, ആ ഒരു രീതിക്ക് നല്ല കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു 5 മിനിറ്റ് കൈകൊണ്ട് നല്ല പ്രസ് ചെയ്ത് കുഴക്കാൻ കേട്ടോ. അപ്പോഴാണ് നല്ല പൊങ്ങി വരിക, നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. 5 മിനിറ്റിന് ശേഷം ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ, മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല പൊങ്ങി വരുന്നത്, നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട്, അതായത് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ മാവ് എത്രയും സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇതുപോലെ റെഡിയാക്കി നമുക്കത് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ 1 കപ്പ്, അതായത് 1 കപ്പ് വെള്ളം, നോർമൽ വെള്ളം നമ്മൾ സാധാ കട്ടൻ ചായയൊക്കെ വയ്ക്കുമല്ലോ, അതുപോലെ തന്നെയാണ്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നിങ്ങൾ വീട്ടിൽ ഏതാ ചായപ്പൊടി യൂസ് ചെയ്യുന്നത് ആ ഒരു ചായപ്പൊടി നിങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതിട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ കട്ടൻ ചായ വെക്കുന്ന പോലെ തന്നെ നല്ല തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് മെയിൻ ടേസ്റ്റ് നമുക്കിത് തരുന്നത് കേട്ടോ. ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പലരും ചിന്തിച്ചു പോകും, ഇതെന്താ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അത് അറിയാത്തവർക്കാണെങ്കിൽ തന്നെ മാത്രമേ അതൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് കടല വേവിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ആവശ്യാനുസരണം പോലെ കടല ഇട്ടതിന് ശേഷം നമ്മൾ ഓൾറെഡി നമ്മൾ ചായ പോലെ വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം നമ്മൾ അരിച്ചിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ 2 ഏലക്ക, 2 ഗ്രാമ്പു, 2 പട്ടയുടെ പീസ്, ചെറിയ പീസ്, അതും കൂടി ഇട്ടിട്ട് ആവശ്യാനുസരണം പോലെ വെള്ളം ഒഴിച്ചിട്ട് കടല നല്ല വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എത്ര വേണ്ടത് അതിനാവശ്യാനുസരണം പോലെ, ഞാനിപ്പോൾ ഒരു 6 വിസിൽ വിട്ടിട്ടാണ് ഞാൻ കടല വേവിച്ചത് കേട്ടോ. അപ്പോഴാണ് നല്ല വെന്ത് വന്നത്. ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടീസ്പൂണാണ്, അതായത് 1 ടീസ്പൂണിലല്ല ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നല്ല ചതച്ചിട്ടാണ്, നിങ്ങൾക്ക് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതും കൂടി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് 2 വലിയുള്ളി, അതായത് വലിയുള്ളി ഒരു മീഡിയം സൈസിലേക്കുള്ളിയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് മിക്സിയിലിട്ട് ഒരുപാട് ഫൈൻ പേസ്റ്റ് ആക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചതയ്ക്കുന്ന രീതിക്ക് നമ്മളൊന്ന് ആക്കിയെടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് വ്യത്യാസം കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ല, നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടില്ല, ഈ ഒരു രീതിക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏത് സൈസിലേക്കാണ് ഉള്ളി എടുത്തതെന്ന് ഞാനത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഉള്ളി ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം പോലെ ഉണ്ടാവില്ല നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ, അപ്പോൾ അത് തന്നെ നല്ല വഴറ്റിയെടുക്കാനാട്ടോ. അപ്പോൾ നന്നായിട്ട് വഴണ്ടി വരട്ടെ, ഞാൻ ഉള്ളി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലേക്കുള്ള 2 വലിയുള്ളിയാണ് ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇപ്പോൾ 2 തക്കാളിയാണ്, നമ്മുടെ ഉള്ളിയൊക്കെ കണ്ടില്ലേ നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് 2 തക്കാളി അത് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതും കൂടി നല്ല വഴറ്റിയെടുക്കണം, നന്നായിട്ട് വഴറ്റുക. അതായത് നല്ലൊരു ചെറിയൊരു റെഡ് കളറാവുന്ന രീതിക്ക് നല്ല ഒരു തിക്കായിട്ടുള്ള പേസ്റ്റാക്കി നമുക്ക് ഈ ഒരു ഗ്രേവി ആക്കിയെടുക്കണം. അപ്പോൾ അതുവരെയ്ക്കും നന്നായിട്ട് സിമ്മിൽ തന്നെ വെച്ച് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇത് കണ്ടല്ലോ, നല്ല വ്യത്യാസം നിങ്ങൾക്ക് ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന രീതിക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ സാദാ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനേക്കുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൂടെ 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓൾറെഡി കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ അടിയിൽ പിടിക്കാതിരിക്കാനും മസാല നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല
വേവിച്ച് നന്നായിട്ട് നമ്മൾ മസാല നല്ല തിക്കാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല തിളച്ച് വരട്ടെ. ഇപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുമല്ലോ, ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന രീതിക്കാണ് നമ്മൾ മസാല വഴറ്റിയെടുത്തിരിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കടലയും വെള്ളവും എല്ലാം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ലേശം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ, പച്ചവെള്ളം ചേർത്ത് കൊടുക്കണ്ട. ആവശ്യാനുസരണം പോലെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നല്ല തിളപ്പിച്ചാൽ നമ്മുടെ മസാല റെഡിയാണ് കേട്ടോ. ഇപ്പം നമുക്ക് ബട്ടൂരി ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മുടെ മാവ് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ സൈസിലേക്ക്, അതായത് ഭൂരി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വലിയ സൈസിലേക്ക് മാവ് എടുത്തിട്ട് പരത്തിയെടുക്കാം. ഞാൻ തിക്നെസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നന്നായിട്ട് പരത്തി കഴിഞ്ഞിട്ട് തിക്നെസ് ആ ഒരു ലെവലിലേക്ക് ഇടുന്ന സമയത്ത് നല്ല പൊങ്ങി വരും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ ബട്ടൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് ബാക്കിയുള്ള മാവുകളും എല്ലാം പരത്തിയെടുക്കാം. എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂടായിരിക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല പൊങ്ങി വരുന്നത്. ഇപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, അതായത് ഹൈയിൽ തന്നെ വെച്ച് കൊടുക്കുക. പിന്നെ എണ്ണ എന്താ ഈ കളറെന്ന് വിചാരിക്കണം കേട്ടോ, ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇട്ടതിന് ശേഷം ഹൈയിൽ വെക്കുമ്പോഴാണ് നമുക്ക് നല്ല പൊങ്ങി വരുന്നത്. കണ്ടില്ലേ, നല്ല ബലൂൺ പോലെ നല്ല പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. ഒരുപാടും കളർ ചേഞ്ച് ആക്കേണ്ട, ഈ ഒരു കളറാണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആദ്യം ഹൈയിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല പൊങ്ങി വരും, പെട്ടെന്ന് പൊങ്ങി വരും. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ലോയിലേക്ക് വെക്കുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ 2-ാം പ്രാവശ്യം തിരിച്ചിടുമ്പോൾ പിന്നെ സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന പണിയല്ലോ കേട്ടോ. അപ്പോൾ ഈസിയാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ വീട്ടിലെന്ന് പറയുന്ന സമയത്ത് ഇതിന് എല്ലാവരും അഡിക്റ്റാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒന്ന് നേരത്തെ വിശക്കും. അതുപോലെ ഹസ്ബൻഡ് ചോദിക്കുന്ന ഒരു കാര്യമാണ് റെസ്റ്റോറൻറ്റ് തുടങ്ങിയല്ലോ, അത്രയും ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ വീട്ടിലെല്ലാവർക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളിയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ശരിക്കും ട്രൈ ചെയ്യാത്തവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ബട്ടൂര നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, എണ്ണയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എണ്ണ ഉണ്ടാവില്ല, സാധാരണ ബന്ന് പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിറയെ മസാലയൊക്കെ എടുത്ത് അങ്ങനെ ഉള്ളിയോടെ എടുത്ത് കഴിക്കുമ്പോൾ ഉറപ്പായിട്ടും അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.